നിലവിൽ നമുക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ചിട്ട് ഗോകുലം ഗോപാലന്റെ ഓഫീസുകളൊക്കെ ഇപ്പോൾ ED റെയ്ഡ് ചെയ്തിരിക്കുകയാണ്. EDയുടെ റെയ്ഡ് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ഇനി പുതുമയുള്ള ഒരു കാര്യമല്ല. കാരണം ED വരുന്നതും റെയ്ഡ് ചെയ്യപ്പെടുന്നതും ഒക്കെ കുറേ കാലങ്ങളായിട്ട് ആദ്യം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്താണ് എന്നൊക്കെ കുറേ കാലം മുമ്പൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ED എന്താണെന്നും എന്തുകൊണ്ടാണ് ഒരാളുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത് എന്നും. പക്ഷേ ഈ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഒരു റെയ്ഡ് നടത്തുന്നത് അത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം അതെന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രതികാര നടപടി എന്ന പോലും സെൻട്രലിൽ നിന്ന് എടുക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സെൻട്രലിന്റെ ഫോഴ്സ് കൊണ്ടാണ് നമ്മുടെ ED വന്ന് ഇപ്പോൾ ഈ ഒരു ഗോകുലം ഗോപാലിന്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യപ്പെടുന്നത് എന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വാർത്ത എത്തിക്കുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടാവും? യഥാർത്ഥത്തിൽ എമ്പുരാൻ വിവാദം ഒരു പക്ഷേ ED വരുന്നത് കുറച്ചുകൂടി വേഗത്തിലാക്കിയിട്ടുണ്ടാവാം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം അറിയാമല്ലോ, കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ സംവിധാനമായിട്ടുള്ള RSSനെ അതുപോലെ തന്നെ BJP ആണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെയാണ് എതിരാളിയായിട്ട്. നരേന്ദ്രമോദിയെ പറയുന്നില്ലെങ്കിലും അമിത്ഷായെ നേരിട്ട് പറയുന്നുണ്ട്. അപ്പം ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് അത്തരത്തിലൊരു കാര്യം വരുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും ഈ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ലെങ്കിലും RSS എന്ന് പറയുന്ന ഒരു സംഘടന വളരെ കൃത്യമായി ഇതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ RSS രംഗത്ത് വന്നപ്പോൾ മറ്റുള്ള നേതാക്കന്മാർക്കൊന്നും അതായത് ഇതിനെതിരെ പറയാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ BJPയുടെ നേതാക്കന്മാർക്ക് പോലും പറ്റാത്തൊരവസ്ഥ കടന്നു വന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എമ്പുരാന്റെ ഒരു എഫക്റ്റ് ഇന്ന് ED ഗോകുലം ഓഫീസുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് സാധ്യത വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിലവിൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനുമല്ല ED ഗോകുലം ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ അത് വലിയ ഓളം സൃഷ്ടിക്കുകയും വൻ വിജയമാവുകയും ചെയ്ത ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ, രക്ഷപ്പെടാൻ വേണ്ടി, അതായത് തന്റെ സുഹൃത്തിനെ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് റിസ്ക്കും എടുക്കുന്ന സൗഹൃദങ്ങളുടെ കഥ പറഞ്ഞൊരു വലിയ സിനിമ, ഒരു മികച്ച സിനിമ ആയിരുന്നു അത്. മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് സൗബിനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ, ഈ സൗബിനും ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസും കൂടെ ആയിരുന്നു അത് നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ സൗബിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ചില കള്ളപ്പണ ഇടപാടുകൾ നടത്തി. പറവ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, പറവയും ഈ മഞ്ഞുമൽ ബോയ്സും സംബന്ധിച്ച് അതിന്റെ നിർമ്മാണത്തിൽ ഇവർ എന്തൊക്കെയോ ചില ക്രമക്കേടുകൾ നടത്തിയെന്നും ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം ED നടത്തുകയുണ്ടായി. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എവിടേക്ക് എത്തിയത്, ഗോകുലത്തിലേക്ക് എത്തിയത്. ഇതിന്റെ മെയിൻ നിർമ്മാതാക്കളായിട്ടുള്ള ഗോകുലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അങ്ങനെ ഗോകുലത്തിന്റെ പല ആളുകളോടും ചില വിശദീകരണങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയുകയും അതിനുശേഷം കഴിഞ്ഞ 3 മാസങ്ങളായി ഗോകുലത്തിന്റെ ഓഫീസുകൾ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ തമിഴ്നാട്ടിലൊക്കെയുള്ള തിയേറ്ററുകൾ ഒട്ടാകെ വിലക്കെടുക്കുകയും ആ വിലക്കെടുത്ത് പിന്നെ ഈ തിയേറ്റർ മുതലാളിമാർക്ക് ഒരു നിശ്ചയിച്ചൊരു വാടക കൊടുക്കും. ഈ മഞ്ഞുമൽ ബോയ്സ് ആരും കാണാൻ കയറിയിട്ടില്ലെങ്കിൽ കൂടെയും അതിന്റെ ഒരു തുക മൊത്തം ഓൾ കളക്ഷൻ ഉണ്ടാവുമല്ലോ, അതായത് ഹൗസ് ഹോൾഡ് കളക്ഷൻ, അതിന്റെ ഒരു തുക ഈ പറയുന്ന തിയേറ്റർ മുതലാളിമാർക്ക് കൊടുക്കുകയും അതിൽ നിന്ന് അവരുടെ ഒരു വിഹിതം കട്ട് ചെയ്തതിനു ശേഷം ബാക്കി തുക മൊത്തമായിട്ട് ആർക്ക് കൊടുക്കും, ഈ പിന്നെ തിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഈ പണം ഗോകുലം മൂവീസിന്റെ തന്നെ ആളുകൾ അവിടെ കൊണ്ടുചെന്ന് കൊടുത്തു, എന്നിട്ട് അവർ തിരിച്ചെടുത്തു. അതായത് വെളുപ്പിക്കുക, പണം വൈറ്റാക്കി എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ ചെയ്തത് എന്നാണ് ഇപ്പോൾ സംശയം വരുന്നത്. അതിന് പിന്നെ ആധാരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആ കേസിന്റെ ഭാഗമായി അതിങ്ങനെ നിന്ന് പോവുകയായിരുന്നു. പക്ഷേ ഈ ED എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഡയറക്റ്റ് അവർക്ക് സ്വന്തമായിട്ടൊരു കേസ് എടുക്കാനുള്ള ഒരു അധികാരമൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാൽ അവര് സ്വന്തമായി ഒരു കേസ് കണ്ടുപിടിച്ച് അങ്ങനെ പോയി റെയ്ഡ് ചെയ്യുന്ന പരിപാടിയല്ലല്ലോ അത്. അല്ല, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു കേസിൽ ഇടപെടാൻ പറ്റത്തില്ല. അതിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഡയറക്റ്റ് ആയിട്ട് EDക്ക് ഇടപെടാൻ പറ്റത്തില്ല. പക്ഷേ EDക്ക് ഇടപെടാൻ പറ്റുന്ന 2 മേഖലകളാണ് ഈ ഫെമ നിയമലംഘനം, അതായത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഈ പിന്നെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതിലുള്ള ഈ എന്തെങ്കിലും തരത്തിൽ അതിലൊരു
പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് ഇടപെടാം. അതുപോലെ തന്നെ ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് അതായത് ബ്ലാക്ക് മണിയെ വൈറ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അതിൽ ഡയറക്റ്റ് ആയിട്ട് ഇഡിക്ക് ഇടപെടാം. അല്ലാതെ ഒരു കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടോ അതിനോടനുബന്ധിച്ച് ചില ഇടപാടുകൾ നടന്നു എന്ന് പറഞ്ഞാലൊന്നും ഇഡിക്ക് വരാൻ പറ്റത്തില്ല. അത് ഏതെങ്കിലും ഒരു ഏജൻസി ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ കേസ് അവിടെ രജിസ്റ്റർ പെട്ടാൽ ആ കേസ് ഇഡിക്ക് ഏറ്റെടുക്കാം. അതിന് ഇവരുടെ സമ്മതമൊന്നും വേണ്ട, അതും ഡയറക്റ്റ് വന്ന് ഇഡിക്ക് അന്വേഷിക്കാം എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ ഏതോ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. എന്തായാലും ഇത്തരത്തിലൊരു സംവിധാനവും ഇത്തരത്തിലൊരു ഒരു വിഷയത്തിന്റെ പുറത്താണ് ഗോകുലം ഈ ഒരു പ്രശ്നത്തിൽപ്പെട്ടത്. ഓൾറെഡി പറവ ഫിലിംസ് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വായിക്കാവുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇപ്പം എമ്പുരാൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് എമ്പുരാന്റെ വിഷയത്തിൽ ഉള്ള അല്ലെങ്കിൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലല്ല എന്നുള്ളതും നമുക്ക് വ്യക്തമാവുകയാണ്. പിന്നെ എന്താണ് രണ്ടാമത്തെ പ്രശ്നം റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടാണ്. റിപ്പോർട്ടർ ചാനലിലെ അതിന്റെ മെയിൻ മുതലാളിമാരായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും അതുപോലെ തന്നെ അതിൽ അഗസ്റ്റിൻ സഹോദരന്മാരുണ്ടല്ലോ, അവർ പൊടുന്നനെയാണ് ഈ നികേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഒരു അലിഗേഷൻ ഉണ്ടാക്കുകയും ആ അലിഗേഷനിലൂടെ റിപ്പോർട്ടർ ചാനൽ വിലയ്ക്ക് വാങ്ങുകയും വിചാരിക്കാത്ത രീതിയിലേക്ക് റിപ്പോർട്ടർ ടിവിയെ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. എന്നിട്ട് അതിൽ ഇരുന്നു കൊണ്ട് എന്താണ് മാക്സിമം ശോഭാ സുരേന്ദ്രനെ ചൊറിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ശോഭാ സുരേന്ദ്രൻ ഗോകുലവുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരുമായി ബന്ധപ്പെട്ടും യുദ്ധപ്രഖ്യാപനം ശോഭ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിൽ ഒരു യുദ്ധപ്രഖ്യാപനം ശോഭ നടത്തിയ സമയത്ത് അന്ന് തന്നെ ഡൽഹിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ പോവുകയും കാണേണ്ട ചില ആളുകളെ കാണുകയും ഇതിൽ നടപടി വേണം എന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി ചില അന്വേഷണങ്ങൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈ റിപ്പോർട്ടർ ചാനലിൽ ഇവർ ഇത്രയും വലിയൊരു നിക്ഷേപം നടത്തി എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതായത് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഇത്ര വലിയ പണം എവിടെ നിന്നാണ് കിട്ടിയത്, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട പണം എങ്ങോട്ടേക്കാണ് പോയത്, ആരാണ് ആ പണം വെളുപ്പിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഇതിൽ ശ്രീ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവരുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ട് എന്നും പുറത്ത് അറിയാത്ത രീതിയിൽ ഫ്ലവേഴ്സിന്റെ മുതലാളിമാർ ഈ പറയുന്ന പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാണ്? ശ്രീ ഗോകുലം ഗോപാലനാണ്. പക്ഷേ ഈ റിപ്പോർട്ടർ ടീമുമായി ബന്ധപ്പെട്ട അതിന്റെ മുതലാളി എന്ന് പറയുന്നത് ആൻഡോ അഗസ്റ്റിനാണ്. പക്ഷെ അത് ഒരു പേരിൽ മാത്രമാണുള്ളത്. ബിനാമി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ബിസിനസിന്റെ ഒരു നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കൃത്യമായ ഷെയർ ഉള്ള ആൾ എന്നത് മാത്രമാണ് ആൻഡോ അഗസ്റ്റിൻ എന്നും അതിന്റെ പുറകിൽ അതിന്റെ യഥാർത്ഥ മുതലാളി ശ്രീ ഗോകുലം ഗോപാലനാണ് എന്നും വലിയ നടക്കുന്നുണ്ട്, ഈ പറയുന്ന പോലെ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. അത് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ ഇഡിക്ക് കിട്ടി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ കാര്യങ്ങൾ, ഇതൊക്കെ ഇഡിയുടെ ഒരു നിരീക്ഷണത്തിലാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ വന്നപ്പോൾ, അതായത് എമ്പുരാൻ എഫക്റ്റും കൂടെ ആയപ്പോൾ, ശോഭാ സുരേന്ദ്രന്റെ പരാതിയും എല്ലാം കൂടെ വന്നപ്പം കൃത്യമായി ഇഡി കയറി കളിച്ചു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അതായത് ഒന്ന്, ഈടെ എവിടെയെങ്കിലും കയറി ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതലാളിയെ എന്തെങ്കിലും തരത്തിൽ കേസെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഈ കേസ് സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഇഡിയുടെ പ്രത്യേക കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. തെളിയിച്ചിട്ടില്ല, അതുവരെ വരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കാനും പറ്റത്തില്ല. അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇഡിക്കെതിരെ വരെ നടപടിക്ക് ഇവർക്ക് പോവാം. അപ്പം ഇഡി ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇഡി കേസിനെ പേടിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യ കേസാണ്, അല്ലെങ്കിൽ നമ്മൾ ക്രിമിനൽ കേസ് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കൃത്യമായ തെളിവ് വേണം. അതായത് ക്രിമിനൽ കേസ് പോലെയല്ല, ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിന് മീൻസ് ഡയറക്റ്റ് തെളിവാണ്, ഫയൽസ്, അത് കൈകാര്യം ചെയ്ത രീതി, അങ്ങനത്തെ കുറെ തെളിവുകൾ ആവശ്യമുണ്ട്. അപ്പൊ അതില്ലെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവം വന്നു എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗമായിട്ട് നമുക്ക് അതിനെ കാണാം. ഒന്ന്, എമ്പുരാന്റെ ഭാഗമായിട്ട് ഇഡി വന്നെങ്കിലും അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇഡി വന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമുണ്ട്, ഇതുവരെ ഇഡി എവിടെയായിരുന്നു? ശരിയാണ്, ഇതുവരെ അതായത് ഈ പറയുന്ന പറവ ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടതിന് മുമ്പ് ഇഡി ഇതൊന്നും കണ്ടില്ലെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇഡി കണ്ടിട്ടുണ്ടായിരിക്കാം, മിണ്ടാതിരുന്നതായിരിക്കാം, രാഷ്ട്രീയ പ്രഷറായിരിക്കാം, ഒക്കെ ആണെങ്കിലും അത് തൽക്കാലം ഉപദ്രവിക്കേണ്ട എന്നുള്ള നിലപാടെടുത്തു. പക്ഷേ പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ നേരേക്ക് ഇപ്പം മട്ടാഞ്ചേരി മാഫിയയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു സാമ്പത്തിക അന്വേഷണം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗോകുലം ഗോപാലൻ തെറ്റ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ അടുത്തറിയുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഈ പറയുന്ന പോലെ ഇഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ. പക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള വേട്ടയാടലിന്റെ ഒരു ഭാഗം കൂടെ ഇവിടെയുണ്ട്. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് രണ്ടാമത്തത്, ആ വേട്ടയാടലിന്റെ ഭാഗം കൂടെ ഉണ്ട്. അതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതും
ഇതുപോലെ ഇദ്ദേഹത്തെ പോലുള്ള, അതായത് ഗോകുലം ഗോപാലൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യുന്ന, ഒരുപാട് ആളുകളെ ഒരുപാട് എന്താണ് ചാരിറ്റി ചെയ്യുന്ന, അതിനേക്കാൾ ഉപരിയായി ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കാൻ ഇങ്ങനത്തെ കുറേ സംവിധായകന്മാരും ഇങ്ങനത്തെ കുറേ ആളുകളും ഉണ്ട് എന്നുള്ളതും കൂടെയാണ് വലിയൊരു കാര്യമായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ എമ്പുരാൻ എഫക്റ്റ് മാത്രമല്ല, ഇതിന്റെ പുറകിൽ നടക്കുന്നത് ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടതും റിപ്പോർട്ടർ ടിവിയിലെ ചില അനധികൃത ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു റെയ്ഡ് നടക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം.